ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ യൂണിറ്റ് 3 ആണ് ഇംഗ്ലീഷിന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. റബേക്കയുടെ ചാപ്റ്റർ എടുത്തല്ലേ. ഇനി അതിൻ്റെ ചോദ്യോത്തരങ്ങൾ നൽകിയിട്ടുണ്ട്, ആക്ടിവിറ്റീസാണ് നൽകാനുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്റർ നോക്കുവാണ്. ലോഫിംഗ് സോങ് എന്നുള്ള ഒരു പോയമാണ്. കുറേ കുട്ടികൾ അത് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയം എടുത്തതിന് ശേഷം അതിൻ്റെ ചോദ്യോത്തരങ്ങൾ നൽകും, ആക്ടിവിറ്റി അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ റബേക്കയുടെയും ഇതിൻ്റെയും കൂടെ ആക്ടിവിറ്റി ഒരുമിച്ച് നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പോയത്തിൻ്റെ പേര് ലോഫിംഗ് സോങ് എന്നാണ്. അതും ഇതും കൂടി നമ്മൾ ഒരുമിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. എന്താണ് മക്കളെ, പേജ് നമ്പർ 75 ലോഫിംഗ് സോങ് ആണ്. എഴുതിയിരിക്കുന്നത് ആരാണ്? വില്യം ബ്ലേക്ക്. അപ്പം നോക്കിയേ, ആദ്യം എന്താ തന്നിട്ടുള്ളത്? സംടൈംസ് ദ ഷീർ പ്രസൻസ് ഓഫ് നേച്ചർ ഫിൽസ് us with joy. We see laughter and happiness all around us. Let us read the poem Laughing Song by William Blake. എന്താണ് നമ്മുടെ നേച്ചറിൻ്റെ ആ ഒരു ഉന്മേഷകരമായ പ്രസൻസ്, അതൊക്കെ നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരും? ജോയിലേക്ക്, സന്തോഷത്തിലേക്ക് കൊണ്ടുവരും. നമ്മൾ എന്ത് കാണും? ലോഫ്റ്ററും ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് ചുറ്റുമൊക്കെ ചില സമയത്ത് നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി ഒരു പോയം വായിക്കാം. അപ്പോൾ എന്തിനെ പറ്റി ആയിരിക്കും ആ പോയത്തിൽ പറയുന്നത്? യെസ്, ഈ ഹാപ്പിനെസ്സിനെ പറ്റി ആയിരിക്കും അല്ലേ, നമ്മുടെ ചുറ്റുമുള്ള ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ മക്കളെ നോക്കിയേ, വില്യം ബ്ലേക്ക് ആരാണ്? വില്യം ബ്ലേക്ക് വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, പെയിൻറ്റർ. അത്രേ ഓർത്താൽ മതി. റൊമാൻറ്റിക് ഏജിലുള്ള ഒരു ഇംഗ്ലീഷ് പോയറ്റും പെയിൻറ്ററുമായിരുന്നു. നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയം നോക്കൂ, സോങ്സ് ഓഫ് ഇന്നസെൻസ് ആൻഡ് ഓഫ് എക്സ്പീരിയൻസ്, ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ ആൻഡ് മിൽട്ടൺ. ഇത് ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി നോക്കിയേ, when the green woods laugh with the voice of joy and the dimpling stream runs laughing by, when the air does laugh with our merry wit and the green hill laughs with the noise of it, when the meadows laugh with the lively green and the grasshopper laughs in the merry scene, when Mary and Susan and Emily with their sweet round mouth sing ha ha he, when the painted birds laugh in the shade where our table with cherries and nuts is spread, come live and be merry and join with me to sing the sweet chorus of ha ha he. എന്താ മക്കളെ നോക്കി, ആദ്യത്തെ സ്റ്റാൻസ, when the green woods laugh with the voice of joy. ഇപ്പോൾ ഗ്രീൻ വുഡ്സ് കാടുകളാണല്ലേ, എങ്ങനെ ചിരിക്കുന്നു? ജോയ്, സന്തോഷത്തിൻ്റെ ശബ്ദം ഉയർത്തി അവർ ചിരിക്കുമ്പോൾ. ആൻഡ് ദ ഡിംപ്ലിംഗ് സ്ട്രീം റൺസ് ലാഫിംഗ് ബൈ. ഡിംപിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാൾക്ക് ഡിംപിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നുണക്കുഴി. ഇവിടെ സ്ട്രീം, അരുവിക്ക് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഡിംപിൾ. ഒഴുകുമ്പോൾ ചെറിയ ചെറിയ ചുഴികൾ, എന്താണ്, ചെറിയ നുണക്കുഴികളോടുകൂടി ഇങ്ങനെ ചുറ്റി ഒഴുകില്ലേ, അങ്ങനെ പോകുന്നത്, ചിരിച്ചുകൊണ്ട് പോകുന്നു. നുണക്കുഴി നമ്മൾ ചിരിക്കുമ്പോഴല്ലേ നുണക്കുഴി വരിക. അപ്പോൾ ലോഫ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഈ അരുവിക്ക്? നുണക്കുഴി. അപ്പം നുണക്കുഴി ഉണ്ടാകുന്നത് അരുവി എന്ത് ചെയ്യുന്നത് കൊണ്ടാന്ന് പറയുന്നു? ലോഫ് ചെയ്യുന്നു, ചിരിക്കുന്നത് കൊണ്ടാണ്. വെൻ ദ എയർ ഡസ് ലവ് വിത്ത് അവർ മെറി വിറ്റ്. ഇനി എയർ, നമുക്ക് ചുറ്റുമുള്ള കാറ്റ് എങ്ങനെ ചിരിക്കുന്നു? നമ്മളുടെ മെറി ആയിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള തമാശകൾ കേട്ട് ആരും ചിരിക്കുന്നു? കാറ്റും ചിരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നു. ആൻഡ് ദ ഗ്രീൻ ഹിൽ ലവ്സ് വിത്ത് ദ നോയ്സ് ഓഫ് ഇറ്റ്. ഇനി ഈ ഒരു ചിരിയും ഈ ഒരു നോയ്സും എന്താണ്, ശബ്ദമൊക്കെ കേട്ട് ആരും ചിരിക്കുന്നു? ആ ഗ്രീൻ ആയിട്ടുള്ള ഹിൽ എന്താണ്? കുന്ന്. ഗ്രീൻ കളറുള്ള ആ കുന്നും ചിരിക്കുന്നു. മക്കളെ എവിടെ നോക്കിയാലും എന്താ കാണുന്നത്? യെസ്, ഹാപ്പിനെസ് അല്ലേ, സന്തോഷം, ലോഫ്റ്റർ, ചിരിയൊക്കെ കാണുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ, when the meadows laugh with lively green and the grasshopper laughs in the merry scene, when Mary and Susan and Emily with their sweet round mouth sing ha ha hey. എന്താണ്? when the meadows laugh with the lively green. മെഡോസ് എന്താണ്? പുൽമേടുകൾ എപ്പോഴും ലൈവ്ലി ആയിരിക്കും.
പുൽമേടിൽ ഒന്നുകിൽ ജീവജാലങ്ങളുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ പോയിരിക്കും. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കാർട്ടൂണുകളിലൊക്കെ കാണത്തില്ലേ, നല്ലൊരു സണ്ണി ഡേ ആണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഫുഡും ഒക്കെ ആയിട്ട് അവരിങ്ങനെ മെഡോസിൽ പോയിരിക്കുന്ന കണ്ടിട്ടില്ലേ, പുൽമേടുകൾ എപ്പോഴും ഹാപ്പിനെസ് നിറഞ്ഞതായിരിക്കും. അപ്പോൾ ഇവിടെ ലൈഫ്ലി ആണ്, വളരെ ഗ്രീൻ കളറാണ് പുൽമേടുകൾ അല്ലേ. അവിടെ എപ്പോഴും എന്ത് കണ്ട് ഇവിടെ പുൽമേടുകൾ ആ ലൈഫ്ലി ഗ്രീൻ എന്ത് ചെയ്യാണ്, ചിരിക്കുകയാണ്. ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ ലോവ്സ് ഇൻ ദ മെറി സീൻ. പുൽമേടുകൾ ചിരിക്കുമ്പോൾ ആരും ചിരിക്കും? ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി അല്ലേ. എപ്പോഴും പുല്ലിൽ നിന്ന് തുള്ളിച്ചാടി നടക്കുന്ന ആളാണ് ആര്? പുൽച്ചാടി. പുൽമേടുകൾ സന്തോഷത്തോടു കൂടി ചിരിക്കുമ്പോൾ ആരും ചിരിക്കുന്നു? പുൽച്ചാടിയും ചിരിക്കുന്നു. എന്ത് കണ്ട്? ആ ഒരു സന്തോഷം നിറഞ്ഞ സീൻ കണ്ട് ചിരിക്കുക. വെൻ മേരി ആൻഡ് സൂസൻ ആൻഡ് എമിലി, 3 പേര് ആരൊക്കെയാ? മേരിയും സൂസനും എമിലിയും വിത്ത് എ സ്വീറ്റ് റൗണ്ട് മൗത്ത് സിങ്. അവർ സ്വീറ്റ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള മൗത്തിലൂടെ അവരെന്ത് പാടി? ഹ ഹ ഹേ എന്ന് പാടി. വെൻ ദ പ്രിന്റഡ് ബേർഡ്സ് ലവ് ഇൻ ദ ഷെയ്ഡ്. പ്രിന്റഡ് ബേർഡ്സ് എന്ന് പറഞ്ഞ വേറൊരു അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ അതല്ല. ബേർഡ്സിനെ ചായം പൂശിയിരിക്കുന്നു എന്നുള്ള അർത്ഥമായി ഇവിടെ. ബേർഡ്സിന് അത്ര കളർഫുൾ അല്ലേ, പല പല കളർ. അപ്പം ചായം പൂശിയ ബേർഡ്സ് എവിടെയായിരിക്കുന്നത്? ഷെയ്ഡിൽ, തണലിൽ ഇരുന്ന് ചിരിക്കുന്നു. വേർ അവർ ടേബിൾ വിത്ത് ചെറീസ് ആൻഡ് നട്ട്സ് ഈസ് സ്പ്രെഡ്. ആ ഒരു സ്ഥലത്ത് എന്തുണ്ട്? നമ്മൾക്കൊരു ടേബിളുണ്ട്, ഒരു പട്ടികയുണ്ട്. എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ്? ചെറീസും നട്ട്സും ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഒരു പട്ടിക. അതൊക്കെ ദാ അവിടെ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട്. അവിടെയാണ് ആരിരുന്ന് ചിരിക്കുന്നത്? ഈ പ്രിന്റഡ് ബേർഡ്സ് ഒക്കെ ഇരുന്ന് ചിരിക്കുന്നത് ആ ഷെയ്ഡിലാണ്. കം ലിവ് ആൻഡ് ബി മെറി ആൻഡ് ജോയിൻ വിത്ത് മീ ടു സിങ് ദ സ്വീറ്റ് കോറസ് ഓഫ് ഹ ഹ ഹേ. അപ്പോൾ നിങ്ങൾ വരിക, എന്നിട്ട് എന്ത് ചെയ്യണം? ബി മെറി, സന്തോഷമായിരിക്കൂ. ജോയിൻ വിത്ത് മീ, എന്നോടൊപ്പം ചേരൂ. ടു സിങ് ദ സ്വീറ്റ് കോറസ് ഓഫ് ഹ ഹ ഹേ. എന്ത് പാട്ട് പാടണം? സ്വീറ്റ് ആയിട്ട് കോറസ്, എല്ലാവരും കൂടെ ചേർന്ന് പാടും. എന്ത് പാടണം? ഹ ഹ ഹേ എന്ന് പാടണം. ഇതാര് പറയുന്നതാണ്? ആരാ പറയുന്നത്? ഒരു പക്ഷേ പ്രിന്റഡ് ബേർഡ്സ് ആയിരിക്കാം, ഒരു പക്ഷേ മേരിയും സൂസനും എമിലിയും ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ആരാണ് ഈ കവിത എഴുതിയ ആളായിരിക്കാം. ഇവരൊക്കെ കൂടി എന്താ പറയുന്നത്? വരൂ, എന്ത് ചെയ്യൂ, ഞങ്ങളോടൊപ്പം ചേർന്ന് എന്ത് പാടൂ? ഹ ഹ ഹേ എന്ന് പാടൂ എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ഈസി ആയിട്ടുള്ള ഒരു കവിത. മക്കളേതാ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. ഹൂ ഇസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ആരാണ് ഇവിടെ സ്പീക്കർ? ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് സംവൺ ഹു ലവ്സ് നേച്ചർ ആൻഡ് ഹാപ്പിനെസ്. എന്താണ്? നേച്ചറും ഹാപ്പിനെസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്പീക്കർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഡിംപ്ലിംഗ് സ്ട്രീം? ഡിംപ്ലിംഗ് സ്ട്രീം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഡിംപ്ലിംഗ് സ്ട്രീം മീൻസ് എ സ്ട്രീം വിത്ത് സ്മോൾ ജെന്റിൽ റിപ്പിൾസ്, ചെറിയ ചെറിയ കുഴികൾ. ഇറ്റ് ലുക്സ് ലൈക്ക് ദ സ്ട്രീം ഇസ് പ്ലേഫുൾ ആൻഡ് ഹാപ്പി. ഇത് കണ്ടാൽ എന്ത് തോന്നും? ആ ഒരു സ്ട്രീം കളിക്കുകയാണ്, അല്ലെങ്കിൽ ഹാപ്പി ആണെന്ന് തോന്നും, അല്ലെങ്കിൽ ലോഫ് ചെയ്യുന്നു, സ്മൈൽ ചെയ്യുന്നു എന്നൊക്കെ തോന്നും. ഹൗ ഡു ദ ചിൽഡ്രൻ എക്സ്പ്രസ് ദെയർ ഹാപ്പിനെസ്? കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്തത്? ദ ചിൽഡ്രൻ ഷോ ദിയർ ഹാപ്പിനെസ് ബൈ സിംഗിങ് ഹ ഹ ഹേ. എന്താണ് ചിൽഡ്രൻ അവരുടെ ഹാപ്പിനെസ് എങ്ങനെയാണ് കാണിച്ചത്? സിംഗ് ചെയ്യുന്നു. എന്ത്? ഹ ഹ ഹേ. വൈ ആർ ദ ബേർഡ്സ് ഡിസ്ക്രൈബ്ഡ് as പെയിൻറ്റഡ്? 4ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ബേർഡ്സിനെ പെയിൻറ്റഡ് എന്ന് പറയാൻ കാരണം? ദ ബേർഡ്സ് ആർ കോൾഡ് പെയിൻറ്റഡ് ബിക്കോസ് ദേ ഹാവ് ബ്രൈറ്റ് കളർഫുൾ ഫെതേഴ്സ് അല്ലേ. ബ്രൈറ്റും കളർഫുള്ളുമായിട്ടുള്ള ഫെതേഴ്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 5. വാട്ട് ഇസ് ദ പോയറ്റ് ആസ്ക് us to do? പോയറ്റ് എന്താണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? The poet asks us to live, be merry and join in singing the sweet chorus ha ha hey. പോയിറ്റ് വിളിക്കുകയാണ്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പോയിറ്റ് വിളിക്കുന്നു. ഒരു പക്ഷേ ബേർഡ്സ് വിളിക്കുന്നു എന്ന് നമുക്ക് വേണേൽ പറയാം, ആ കുട്ടികൾ വിളിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. എന്ത് പറഞ്ഞാൽ വിളിക്കുന്നത്? വരൂ, സന്തോഷമായിട്ട് ഞങ്ങളോടൊപ്പം എന്ത് പാടൂ? ഹ ഹ ഹേ എന്ന് പാടൂ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ദ പോയം ഈസ് ടൈറ്റിൽഡ് ലാഫിംഗ് സോങ്? എന്തുകൊണ്ടാണ് ആ പോയത്തിന് ലാഫിംഗ് സോങ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആ പോയം ഫുൾ എന്താണുള്ളത്? ലാഫും മെറിയും ഒക്കെയാണുള്ളത് അല്ലേ. ദ പോയം ഈസ് കോൾഡ് ലാഫിംഗ് സോങ് ബിക്കോസ് ഇറ്റ് ഫോക്കസസ് ഓൺ ജോയ് ആൻഡ് ലോഫ്റ്റർ അല്ലേ. ജോയും ലോഫ്റ്ററും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത്രയേ ഉള്ളൂ.
ഇനി വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടെ പറയാം. നേച്ചർ, ചിൽഡ്രൻ ആൻഡ് ആനിമൽസ് ഓൾ എക്സ്പ്രസ് ഹാപ്പിനെസ്. എല്ലാവരും ഹാപ്പിനെസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, ദ ടൈറ്റിൽ ക്യാപ്ചേഴ്സ് ദ ചിയർഫുൾ സ്പിരിറ്റ് ഓഫ് ദ പോയം. ടൈറ്റിൽ എന്തെല്ലാം കാണിക്കുന്നുണ്ട്, ആ പോയം എത്ര ചിയർഫുൾ ആണ്, എത്ര ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് ആ പേര് ഇട്ടിരിക്കുന്നത്. അതിന് കറക്റ്റാണല്ലേ, ആ പേര് അതിന് കറക്റ്റായിട്ട് ചേരും. ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു പോയം ഇവിടെ അങ്ങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതുപോലെ റെബേക്കയുടെ ആക്ടിവിറ്റീസും ഉണ്ട്. ഇത് രണ്ടും തൊട്ടുപറവിന് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, മിടുക്കരായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്.